സംവാദത്തിനുള്ള പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനത്തിനപ്പുറം മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സംവാദത്തിന് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചത്. സ്ഥലവും സമയവും തീരുമാനിക്കാനുള്ള അവകാശം കൂടി മുഖ്യമന്ത്രിക്ക് കൈമാറി പ്രതിപക്ഷ നേതാവ്. വളരെ സന്തോഷം. അതായത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. കേരളത്തെ തകർക്കാൻ ഉതകുന്ന സമീപനം സ്വീകരിക്കുന്ന BJP അവരുടെ മനസ്സിന് ചെറിയ നോവല് പോലും ഒരു വിഷമം അവർക്കുണ്ടാകരുത് എന്ന നിർബന്ധം എന്തിനാണ് UDF കൊണ്ടാണെന്ന് ആ കാര്യങ്ങളെല്ലാം പറയണ്ടേ? ഇതിന്റെ ഭാഗം എടുക്കും. അങ്ങനെയെല്ലാം പറയാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്കെടുക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. വികസന വിഷയങ്ങളിൽ സംവാദമാകാം എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും ഞാൻ ആ സംവാദത്തിന് ചെല്ലാൻ തയ്യാറാണ്. അദ്ദേഹം അത് പൂർണ്ണമായ അർത്ഥത്തിലാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോൾ വേണമെങ്കിലും തയ്യാറാണ്. 24 മണിക്കൂർ നോട്ടീസ് മതി, ഞാൻ അവിടെ എത്തിക്കോളാം അദ്ദേഹമായിട്ട് സംവാദം നടത്താം. സൈഫ് സൈനൽ അബ്ദീൻ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സൈഫ, കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലയളവ് നമുക്കറിയാം. 18 അടിയന്തര പ്രമേയങ്ങളാണ് കൊണ്ടുവന്നത് പല വിഷയങ്ങളിലായി. ആ 18 അടിയന്തര പ്രമേയങ്ങളും സർക്കാർ ചർച്ചയ്ക്കെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു നിലപാട് പ്രതിപക്ഷം പല സാഹചര്യത്തിലും സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ നേർക്കുനേർ സംവാദത്തിനുള്ള ക്ഷണം മുഖ്യമന്ത്രി ഏറ്റെടുക്കുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും? VD സതീശൻ മുഖ്യമന്ത്രിക്ക് സമയവും സന്ദർഭവും സാഹചര്യവും നിർണ്ണയിക്കാം അല്ലെങ്കിൽ നിർദ്ദേശിക്കാം എന്ന് പറയുമ്പോൾ ആ വെല്ലുവിളി മുഖ്യമന്ത്രി ഏറ്റെടുക്കുമോ? ഒരു സംവാദത്തിലേക്കുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമോ? ഇത് കേരള രാഷ്ട്രീയത്തിൽ ഒരു അപൂർവമായ സമയത്ത് കൂടി സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ. കാരണം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും നേർക്കുനേർ ഇരുന്ന് ഒരു സംവാദത്തിന് തയ്യാറായ കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നിയമസഭയിൽ സംവാദങ്ങൾ നടക്കാറുണ്ട്. ഇപ്പോൾ വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ അടിയന്തര പ്രമേയ ചർച്ച ഏതാണ്ട് കേരളത്തിന്റെ നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത നിയമസഭയായിരുന്നു 15ാം കേരള നിയമസഭ. അതിനകത്ത് പല വിഷയങ്ങൾ കൊണ്ടുവരുന്നു, എല്ലാം ചർച്ച ചെയ്യുന്നു. അങ്ങനെ സംവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് നിയമസഭയിൽ മുഖത്തോട് മുഖം നിന്ന് സംവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരു പൊതു ഇടത്ത് പുറത്ത് ഒരു സംവാദം നടക്കുക എന്നുള്ളത് അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അത്യപൂർവ സംഭവമായി നമുക്ക് കണക്കാക്കാം. ഇതിപ്പോ സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ടൈം ഷെഡ്യൂൾ ഒരു ഇച്ചിരി പ്രശ്നമാണ്. കാരണം മുഖ്യമന്ത്രി 3-ാം തീയതി വരെ തിരക്കാണ്, ജില്ലാ പര്യടനത്തിലാണ്. നാളെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്താണ് ഉള്ളത്. നാളെ രാവിലെ 10 മണിക്ക് അദ്ദേഹത്തിന് പത്രസമ്മേളനമുണ്ട്. 11 മണിക്ക് അരുവിക്കരയിലുണ്ട്, പിന്നീട് വട്ടിയൂർക്കാവ്, പിന്നീട് നേമം, പിന്നീട് കഴക്കൂട്ട്. അങ്ങനെ ഓരോ ദിവസവും 4 ഇടത്താണ് മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അത് 3-ാം തീയതി വരെ എല്ലാ ജില്ലകളിലും പര്യടനം നടക്കുകയാണ്. അതിനുശേഷം മുഖ്യമന്ത്രി വോട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് ധർമ്മടത്ത് നിന്ന് തിരികെ എത്തുകയുള്ളൂ. ഈ 3-ാം തീയതി വൈകുന്നേരം കമലഹാസൻ അവിടെ ധർമ്മടത്ത് എത്തിച്ചേരുന്നുണ്ട്. അതിനുശേഷം ഭാവന വരുന്നുണ്ട്, വേടന്റെ പരിപാടിയുണ്ട്. അങ്ങനെ ഒരു ടൈറ്റ് ഷെഡ്യൂളാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ഇതിനിടയിൽ എന്തായാലും ഒരു സംവാദം നടക്കുന്നുണ്ടെങ്കിൽ അതിന് സ്ഥലം ഫിക്സ് ചെയ്യണം. ഒരു 2.5-3 മണിക്കൂർ അതിനുവേണ്ടി എന്തായാലും പോകും. അങ്ങനൊരു രണ്ട് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും 2 പ്രധാനപ്പെട്ട ആൾക്കാർ, തലപ്പൊക്കമുള്ള 2 നേതാക്കന്മാർ പരസ്പരം ഇരുന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സംവാദത്തിന് തയ്യാറാകുമോ എന്നുള്ളത് കൗതുകകരമായ ചോദ്യമാണ്. അങ്ങനെ സംവാദത്തിന് തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് ജനങ്ങൾ പോലും വിലയിരുത്തും. അത് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അതുകൊണ്ട് സംവാദത്തിന് തയ്യാറാണ് എന്ന് പറയുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് സമ്മതിക്കുന്നു, മുഖ്യമന്ത്രി സമ്മതിക്കുമ്പോൾ തന്നെ സമയം പ്രശ്നമാണ്. അതുപോലെ തന്നെ 2 നേതാക്കന്മാരും അങ്ങനെ ഇരുന്ന് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ള വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാളെ രാവിലെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയോട് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് അങ്ങ് നിശ്ചയിക്കുന്ന സമയത്ത് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. മുഖ്യമന്ത്രി അതിനെന്ത് മറുപടി പറയുമെന്ന് കാത്തിരുന്ന് കാണണം. പക്ഷെ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ അത്യപൂർവ സംഭവമായി നമുക്കതിനെ കാണാം. നേരത്തെ ഒരു സംവാദം നടന്നിട്ടുണ്ട് 2 രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ. 2010 അന്ന് ലോട്ടറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ VD സതീശനും തോമസ് ഐസക്കും തമ്മിൽ ഒരു സംവാദം, അത് പരസ്യമായ സംവാദം നടന്നിരുന്നു. അത് തുടർന്നോളൂ സൈഫ്, തുടരൂ. അങ്ങനെ സംവാദം നടന്നിരുന്നു. അത് വളരെ അപൂർവമായ കാഴ്ചയായിരുന്നു. അത് 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടയ്ക്ക് കട്ട എന്ന് മലയാളത്തിൽ പറയുന്ന പോലെ അങ്ങനെയായിരുന്നു അവരുടെ ആ സംവാദം അന്ന് നടന്നത്. അത് ആര് ജയിച്ചു ആര് തോറ്റു എന്ന് അവരല്ല വിലയിരുത്തിയത്, പൊതുജനവും കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരും ഒക്കെയാണ് അതിനെ വിലയിരുത്തിയത്. അതുപോലെ ഒരു വേദി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ ഇരുന്നൊരു സംവാദം അതുണ്ടാകുമോ എന്നുള്ള ചോദ്യം, അത് കൗതുകകരമായ ചോദ്യം എന്നതിനപ്പുറം കേരള രാഷ്ട്രീയത്തിൻ്റെ അത്യപൂർവ്വ സംഭവമായിരിക്കും അങ്ങനെ ഉണ്ടാകുന്നത്. ഞാനിപ്പോഴും കരുതുന്നില്ല അങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. കാരണം
ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രണ്ടുപേരും ഒരുമിച്ചിരുന്നൊരു സംവാദം നടത്തുമ്പോൾ അത് എന്തെങ്കിലും ഒരു മറുപടി വിട്ടുപോയി കഴിഞ്ഞാൽ അത് തിരിച്ചടി ഉണ്ടാക്കും. അതുപോലെ തന്നെ അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും അത് ജനം വിലയിരുത്തുകയും അത് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യും. അതുകൊണ്ട് സംവാദത്തിന് രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിക്കാറുണ്ടെങ്കിലും അത് നടന്ന ചരിത്രം വളരെ അപൂർവം മാത്രമാണ്. അതുകൊണ്ട് ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂൾ ഇത്രയും ടൈറ്റ് ഷെഡ്യൂളാണ് ഈ തെരഞ്ഞെടുപ്പ് വരെയുള്ളത്. അതിനിടയിൽ സമയം കണ്ടെത്തി മുഖ്യമന്ത്രി അതിന് തയ്യാറാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ് വിനിഷ.